ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ കാണിച്ച പോലെ തന്നെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൻ്റെ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാറാലൊക്കെ അടിച്ച് വൃത്തിയാക്കിയത് കൊണ്ടാണ് ഇവിടെ അത്യാവശ്യം കച്ചറായിട്ട് കിടക്കുന്നത്. അവിടെയൊക്കെ നന്നായിട്ട് മാറാലടിച്ച് ഒന്ന് ചൂലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങാനായി. അപ്പോൾ വീട്ടിലുള്ള പൊതുവേ നമ്മൾ മലയാളികളെല്ലാവരും വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കും. മാറാലയും അതുപോലെ പൊടിയും വീട്ടിൽ വേണ്ടാത്ത പഴയ സാധനങ്ങളും എല്ലാം നമ്മൾ പുറത്ത് കളഞ്ഞിട്ട് ലക്ഷ്മി ദേവിയെ ഒരു മാസം, രാമായണ മാസം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ മാസമാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയെ നമ്മുടെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പുട്ടീനാട്ടാന്നൊക്കെ പണ്ട് പറയും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീട് ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കേട്ടത്. അപ്പോൾ ഞാൻ പാർട്ടായിട്ടാണ് ചെയ്യാറ്. കഴിഞ്ഞ ഞായറാഴ്ച റൂം ക്ലീനിങ് ചെയ്യണ വീഡിയോ ഇട്ടു. ഇപ്പോൾ അതാ ഒഴിവ് കിട്ടിയപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുക്കിംഗ് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. കിച്ചണിൽ പണി കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. ലേറ്റായിട്ട് എണീച്ചാൽ പൊതുവെ പണികളൊക്കെ തീരാൻ ഭയങ്കര മടിയാവും. പക്ഷേ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് നേരം വൈകിട്ടാണ് എണീച്ചത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് മാനേജ് ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അമ്പൂരെ പുട്ടാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഞാൻ മാറാലൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെൽഫിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. കാലിയായ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോക്കേസിൽ ആവശ്യമില്ലാത്തതല്ല എല്ലാതും ഒന്ന് മാറ്റി അവിടെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് വീണ്ടും റീസെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെൽഫിൽ നിന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കി അതൊരു തുണിയൊക്കെ വെച്ചൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലിയായ പാത്രങ്ങളൊക്കെ ഞാൻ തുറന്നിട്ട് അത് മാറ്റുന്നുണ്ട്. ഒരുവിധമൊക്കെ കാലിയായിരിക്കണേ. വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ ഒന്ന് വാങ്ങി ഇതിലൊക്കെ ഇട്ട് വെക്കണം. അതിൻ്റെ ഇടയിൽ ഇതേ ഞാൻ ചുമരൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചുമര് വൃത്തിയാക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ക്ലീനായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഈ ബ്രഷ് യൂസ് ചെയ്യണത്. രാമായണ മാസത്തെ കുറിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. രാമായണം വായിക്കും. അതുപോലെ തന്നെ നല്ല മഴ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. പിന്നെ നമുക്ക് എന്ത് വിഷമതകളും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര അസുഖങ്ങളായാലും അങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. രാമൻ വനവാസത്തിന് പോയൊരു ടൈമാണ്. അതുകൊണ്ട് രാമൻ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ രാമായണ മാസമായിട്ട് അങ്ങനെയാണ് ആചരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് അങ്ങനെയാണ് അറിയുക. അത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് വല്യമ്മ പറഞ്ഞൊരു അറിവാണ് കേട്ടോ. ആള് രാമായണ മാസം ആയാൽ കുളിച്ച്, അതുപോലെ തന്നെ മുക്കുറ്റിക്കുറി നമ്മുടെ മുക്കുറ്റി കയ്യിൽ അരച്ച് ചാലിച്ച് നെറ്റത്തൊക്കെ ഇടും കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾ ഈ കിച്ചണിലാവട്ടെ എവിടെയായിട്ട് നമ്മൾ ജനലൊക്കെ കഴുകുമ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സോപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകി. ഇതങ്ങനെ കഴുകാൻ പാടൊന്നും എനിക്കറിയില്ല. പക്ഷേ എപ്പോഴും നമ്മൾ കഴുകണമൊന്നുമില്ലല്ലോ. കൊല്ലത്തിലൊക്കെ ഒരിക്കലേ ഇങ്ങനെയൊക്കെ കഴുകുള്ളൂ. അപ്പോൾ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയപ്പോഴാണ് ശരിക്കും അവിടെ വൃത്തിയായത്. പക്ഷെ തുടച്ചെടുത്താലും കുറച്ച് ചെറിയ പായൽ പോലെയൊക്കെ ജനൽമുണ്ടായിരുന്നു. അതൊന്നും പോവില്ല. അത് കഴുകിയെടുത്തിട്ട് ഞാനത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി അങ്ങാനും അത് തുരുമ്പ് വരേണ്ട വെച്ചിട്ടാണ് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുരുമ്പ് പെട്ടെന്നൊന്നും വരില്ല, എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, മടി പിടിച്ചിരിക്കുന്നവരാണ്. പൊതുവേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറ മലയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ട് വെടുപ്പാക്കിയിട്ടേ നിൽക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു. അതൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. നമ്മളവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇതുമലൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബോറടിക്കേണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടുകളൊക്കെ കേൾക്കുക. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുക്കണ അത്ര വലിയ ഭാരമൊന്നും അറിയില്ല. അതങ്ങനെ ഒരു വഴിക്ക് നടന്നു പോകും, നമ്മുടെ പണി ഒരു വഴിക്ക് നടന്നു പോകും. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയെടുക്കുന്നുണ്ട്. ഡപ്പ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞതും അതും കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നമ്മൾ മണി പ്ലാന്റ് വെക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ സിങ്കും ഈ ഒരു കളറ് കലങ്ങിയ വെള്ളം കേട്ടോ നമ്മുടെ.
അപ്പോൾ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതേ ഈ ഒരു പുല്ലിൻ്റെ ഒരു മാറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി നമ്മുടെ മണി പ്ലാന്റ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോട്ടിലെ മണി പ്ലാന്റ് ചീഞ്ഞു പോയി. അപ്പോൾ അത് മൊത്തം കാലിയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സി ഒക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ മിക്സിയിലെടുത്ത് ഈ ഒരു 2 നമ്മുടെ ഭരണി പോലത്തെ വെക്കുന്നുണ്ട്. അതിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കി. തൽക്കാലം ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടുത്തെ മൊത്തം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ കിച്ചണിൽ ഇരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ അടിഭാഗം വൃത്തിയാക്കാണ്ട് അത്യാവശ്യം അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട എല്ലാതും അങ്ങനെ വലിച്ചിട്ടിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് ടൈം കിട്ടണില്ല. ആകെ ഒരു സൺഡേ ഉണ്ടെങ്കിൽ അത് മൊത്തം പണിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ അമ്പും കൊണ്ടുപോയി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്ന് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ട എന്തോ ഈർക്കിൽ വെച്ച് പുറത്ത് കുത്തിയിട്ട് പോയി. അതിൻ്റെ ഇടയിൽ വീണ്ടും എന്തൊക്കെയായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവനെ എന്തൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഞാനിതിവിടെ എൻ്റെ പണികളിൽ ഏർപ്പെടാണ്. മൊത്തം ഇപ്പോൾ കൗണ്ടർ ടോപ്പ് കയറ്റി വെച്ചിട്ട് അവിടെ മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ സിങ്കിൻ്റെ അടിഭാഗമല്ല, അതുപോലെ ആ മൂലക്കിലൊക്കെ കുഞ്ഞു മാറാലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നും നമുക്കൊന്നും അവിടേക്ക് കണ്ടെത്തില്ല. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് അതൊക്കെ ഒന്ന് കണ്ണി വിടുള്ളൂ. പിന്നെ സോപ്പും പൊടി വിട്ടൊരു കളിയില്ല. കുറച്ച് സോപ്പും പൊടി വെള്ളമൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ സോപ്പും പൊടി ഇട്ടിട്ടാക്കണ്ട. സോപ്പും പൊടി ഇട്ടാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ മോപ്പ് വെച്ചിട്ട് 1 അല്ല 2 അല്ല 3 അല്ല അങ്ങനെ കുറേ വട്ടം തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടത് ബാക്കി അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയും തുടച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കി എടുക്കുന്നില്ല. ഫ്രിഡ്ജും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജ് നമ്മൾ വേറൊരു ദിവസത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിച്ചൺ മാത്രമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ അവസാനത്തെ തുടയും കഴിഞ്ഞ് കിച്ചൺ ഏകദേശം ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. ഈ നീറ്റായിട്ട് കിടക്കുന്ന കിച്ചണ് കാണാൻ ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ. എന്താ പറയുക, ഒരു യുദ്ധം ജയിച്ചൊരു ഫീലായിരിക്കും. അമ്മോ അങ്ങനെ ദേ നന്നായിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതുപോലെ എപ്പോഴും കിച്ചൺ കിടക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നടക്കില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അതുപോലെ ഒന്നും കിടക്കില്ല. എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീം കിച്ചൺ. എനിക്കിപ്പോൾ ഞാനും ഒരുവിധം സമയം സ്പെൻഡ് ചെയ്യുക ഈ ഒരു കിച്ചണിലായിരിക്കും. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.